ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലൊരു മനോഹരമായൊരു വീഡിയോ തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എൻ്റെ നാട്ടിലെ പഴയ കാരണന്മാർ ഒത്തുകൂടിയിട്ട് ഒരു ചരിത്രം പറയുക, അതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് സൗഹൃദ ഛായ എന്നാണ്. അപ്പം എന്തൊക്കെയാണ് ഈ പരിപാടിയുള്ളതെന്ന് നോക്കാം അല്ലേ. തിരുനബിയുടെ അതിപിറവി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സ്നേഹ കൂട്ടായ്മ നമ്മളിവിടെ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചു, ഒരു ചായ കുടിച്ച് പിരിയാം, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സ്നേഹത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പഴയ കാല എല്ലാ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുതുതലമുറയ്ക്ക് ചിലപ്പോൾ അത്ഭുതമായിരിക്കും. അതൊക്കെ കുറഞ്ഞ വാക്കുകൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ വേദി ഉപയോഗം നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഇതിന്റെ മോഡറേറ്റർ നമ്മുടെ ഡോക്ടർ വൈസി ഇബ്രാഹിം മാസ്റ്ററാണ്. അദ്ദേഹത്തെയാണ് നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ. ഇവിടെ എത്തിയ എൻ്റെ എല്ലാ ജ്യേഷ്ഠാന്യന്മാർക്കും എൻ്റെ പിതാക്കന്മാർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇസ്ലാമിക് ട്രസ്റ്റിലേക്ക് സംഘടിപ്പിക്കുന്ന നബിദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത്. എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് ഇബ്രാഹിം മാസ്റ്റർക്ക് കൈമാറി. ഔദ്യോഗികമായി സംസാരിക്കേണ്ട ഒന്നല്ല. സൗഹൃദ കൂട്ടായ്മ എന്നത് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഒരുമിച്ച് വിളിക്കുമ്പോഴേ നമ്മൾ ഒരുമിച്ച് ചേരുകയുള്ളൂ എന്നതാണ് വാസ്തവം. ഒരു കാലത്ത് നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് വീഡിയോ കോലായിൽ വന്നിരിക്കുക, അവിടെ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യാം. രാത്രി വളരെ വൈകി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതിനിടയ്ക്ക് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ജോലിക്ക് പോകും. അല്ലാത്ത ആളുകളൊക്കെ ആ ചായ കുടിച്ച് നാട്ടിലുള്ള ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും ചർച്ച ചെയ്യുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതും നാട്ടിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും അതിലൂടെയാണ്. ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളെ പറ്റി നമുക്കറിയില്ല. അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നു. അതുപോലെ നമ്മളെ കുട്ടികളെ നമ്മൾ തീരെ തിരിച്ചറിയില്ല. വീടിന്റെ തൊട്ടടുത്താണെങ്കിൽ പോലും നമുക്കറിയില്ല. അത് ഓരോ ആളുകളും ഓരോ മൊബൈൽ ഫോണും അല്ലെങ്കിൽ മറ്റേ ഓരോ വീടുകൾ എന്നത് അത് വലിയൊരു കുടുംബമായി അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബം എന്നത് നമ്മളെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ്. ഞാൻ അടക്കമുള്ള ആളുകൾ, ഞാനൊക്കെ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം എപ്പോഴാണ്, ദിവസത്തിൽ എപ്പോഴാണെന്ന് വെച്ചാല് അതിൽപ്പെട്ട ഒരു സമയം രാവിലെ 6 മണി മുതൽ 7 വരെ. ഇവർക്കൊക്കെ അറിയാം, അധികം മുസ്ലിമൊക്കെ അങ്ങാടിയിൽ വെച്ച് കാണുന്നുണ്ട്. ഞാൻ ചായ കുടിക്കുന്നതൊന്നും പല ആളുകൾക്കും അറിയില്ല, പക്ഷെ ദിവസവും അങ്ങാടിയിൽ നിന്ന് ചായ കുടിക്കുന്നതാണ്. നടക്കാൻ പോയി അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാൻ പോയിട്ട് അതിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ചായക്ക് ഞാൻ എത്തും. ചില ദിവസം അങ്ങനെയാണ്. അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ചായക്ക് കണക്കാക്കി എത്തും. ഇന്നും ചായ കുടിച്ചിട്ട് അരമണിക്കൂറിൽ അധികം ഞങ്ങൾക്ക് വേണം ചായ കുടിക്കാൻ. ഞങ്ങളുടെ കൂട്ടത്തില് നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന ടീമുകളാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ മതസംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിനെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ എന്താ വെച്ചാല് ഏറ്റവും അധികം സന്തോഷം പങ്കിടുന്ന, നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചർച്ച, തമ്മില് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. രാഷ്ട്രീയം, മതം, ഇതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കുറേ തമാശകൾ പറഞ്ഞ് നാട്ടിലൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓർക്കും. അങ്ങനെ സൗഹൃദം പങ്കുവെക്കുന്ന ഒരിടമായിട്ട്
വർഷങ്ങളായിട്ട് നമ്മൾ ചായക്കട ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആ പഴയ ചായക്കട ചില സ്ഥലത്തൊക്കെ കാണാം. ആ ചായക്കട എന്ന് പറയാൻ ആ ഷെഡ് കെട്ടി ആ എന്താ ഒരു അലമറയിൽ കുറച്ച് കടികളും ബിസ്ക്കറ്റുകളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചായ വ്യത്യസ്തമായ ചായ ആ സഞ്ചിയിലൊക്കെ ഒഴിച്ചിട്ടില്ല. ഇപ്പോഴും ചില സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, ചില കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ ടീം ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം യാത്ര ചെയ്യും. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോൾ പോയിരിക്കും. അത് പ്രത്യേക രസമാണ്. അവിടെ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറെയാണ്. ആ സന്തോഷം തന്നെയാണ് നമ്മൾ ഈ ചായ കുടിച്ച് സംസാരിക്കുക എന്നത്. അത് പ്രത്യേകം മറ്റൊരു രസമാണ്. വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ അധികം ചായ കുടിക്കുക, സംസാരിക്കുക, അതിൽ ആരെങ്കിലും ഒരാൾ കാശ് കൊടുക്കുന്നു, പിറ്റേ ദിവസം മറ്റൊരാൾ കാശ് കൊടുക്കും. ഞങ്ങൾ അങ്ങനെ കാശ് കൊടുക്കുക, ഓരോ ദിവസം പല ആളുകളെ കാശ് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. തലേന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എന്തെങ്കിലും വന്നാൽ മതി, ഒരു സ്റ്റാറ്റസ് വന്നാൽ മതി, പിറ്റേന്ന് പോലെ പിടിക്കും. കോളേജിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, പിന്നെ ഫേസ്ബുക്കിലെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പിറ്റേന്ന് ഞാനായിരിക്കും ചായ കുടിക്കുക. കേസ് ശുക്രാക്കന്റെ ഫോട്ടോ ഇന്ന് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഗ്രൂപ്പിട്ടുണ്ട്, നാളെ ചായ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതൊക്കെ രസമാണ്. ആ രസമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരും. ഓരോ സാമ്രാജ്യങ്ങളായിട്ട് നമ്മൾ ഇരിക്കുന്നതിന് പകരമായി എല്ലാ ആളുകളും നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷം അത് വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ച് ടൗൺ ഏരിയയിലൊക്കെ പോയാൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഒക്കെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. ഒന്നും അവർക്ക് അതിനെപ്പറ്റി ഒരു ബോധമില്ല. അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്നോ, പിന്നെ ഫ്ലാറ്റിൽ അവർ എത്ര നിലയിലാണെന്ന് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ സ്വിച്ചിട്ട് അങ്ങനെ പോകുന്നു, ഇലക്ട്രിക് കയറി പോകുന്നു, താഴെ വരുന്നു, ഓഫീസിൽ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലൈഫായിട്ട് നമ്മുടെ ലൈഫ് മാറുമ്പോൾ ഈ ഗ്രാമത്തിലെ ഇത്തരം വേദികളൊക്കെ ഉണ്ടാക്കുക എന്നത് ഏറ്റവും നല്ല സമയത്തെ തകർക്കുന്ന രീതിയിലേക്ക് ആവാൻ പാടില്ല. അതാണ് നമ്മളെ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചത്. ഏറ്റവും എന്താ ഒരു വീട്ടില് നമ്മള് അവിടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ പാടത്ത് ജോലി ചെയ്യുന്ന, അവിടെ ഒന്നും മതവും ജാതിയും സംഘടനയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഒറ്റ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും എല്ലാ ആളുകളും കൂടിയിട്ട് അത് പരിഹരിച്ചു കൊടുക്കുക. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും അവിടെ ഒരു വിഭാഗീയം ഇല്ലാതെ അവർക്ക് എത്ര സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നു, ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം വേദികളെ, ഈ ചായ കുടിച്ചിട്ടുള്ള വേദികളെ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ സംസാരിക്കല്ല, ഇൻഫോർമലായിട്ട് നമ്മളിങ്ങനെ ഒരു ചട്ടക്കൂടൊന്നും ഇല്ലാതെ നമ്മൾ സംസാരിച്ചു തരാൻ വേണ്ടും. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ ഈ ചായക്കടകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുക. അതാണ് പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കാം. എന്നാൽ ഈ നല്ല ആവശ്യത്തിന് വേണ്ടി, സൗഹൃദം പങ്കിടാൻ വേണ്ടി വേദികളെ ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ മൈക്ക് മറ്റുള്ളവർക്ക് കൈമാറാണ്. ആഘോഷങ്ങൾ വന്നത് ഒരുമിച്ച് വന്നത് തിരുവോണം, അതുപോലെ നബിദിനം, അതുപോലെ അധ്യാപക ദിനം, മൂന്നും നമുക്ക് ആഘോഷിക്കേണ്ട 3 സംഗതികളാണ് ഈ എല്ലാ ആഘോഷങ്ങളും. തിരുവോണം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ്. അതെല്ലാവരും ആഘോഷിച്ചു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-1500 ജന്മദിവസം അതും നമ്മളെല്ലാം ആഘോഷിച്ചു. എൻ്റെ സഹോദര സംവിധാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ. സൗഹൃദം ഇന്ന് ലോകത്ത് നിന്ന് വിട്ടുപോകുന്നൊരു കാലഘട്ടത്തിൽ വീട്ടിൽ വരെ സൗഹൃദമില്ല. പോയി നോക്കിയാൽ ആട്ടഞ്ചന്മാരുമായിട്ടും അലച്ചുമുത്തച്ഛയായിട്ടും ആഭിമക്കളായിട്ടൊക്കെ സൗഹൃദം അകന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം വേദികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭിനന്ദനമാണ്. സൗഹൃദം ഉണ്ടായിത്തീരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. അത് പരസ്പരം പഠിച്ചു കീറുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ സൗഹൃദങ്ങളൊക്കെ അന്യമായിട്ട് ഒരു പുകമൂടികൾ, പുറത്തുള്ളൊരു മൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാനിത് അത്ഭുതപ്പെട്ടത് സൗഹൃദ ചായ പല ചായം കേട്ടിനുമുണ്ട്. സൗഹൃദ ചായ എന്ന ചായ എനിക്ക് മനസ്സിലായില്ല. രാവിലെ ഈ ബോർഡ് കണ്ടപ്പോൾ അത് കണ്ടത്.
പക്ഷെ ഇങ്ങനെ ഒരു പിന്നെ സംഘടിപ്പിച്ചതിൽ ഞാൻ പ്രത്യേകമായിട്ട് അബൂസ്താദിനെയാണ് അഭിനന്ദിക്കുന്നത്. കാരണം അബൂസ്താദ് എല്ലാത്തിനും തലപ്പത്താണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. പിന്നെ അള്ളാഹു തല അബൂസ്താദിന് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പല രംഗങ്ങളിലും അബൂസ്താദ് പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു മാതൃകയാണ്. ആ മാതൃക നമ്മൾ നിലനിർത്തിയതിന് പിന്നാലെ നമ്മൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് കൃത്യമായിട്ട് പറയാറുള്ളത്. മഹാനായ റസൂൽ പറഞ്ഞു, നീ ഒരാളെ കടന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതും കൂടി പുണ്യമാണ്. ആ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലല്ല, ആ 4 പണ്ട് കാണണമെങ്കിൽ ഞാൻ പുഞ്ചിരി അറിയാം. ഒന്ന് കാണുമ്പോൾ വരുമ്പോൾ ആ കണ്ട് അസ്സലാമു ബാങ്ക് കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള അന്വേഷണം നടത്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഉണ്ണിക്കുട്ടി വേണ്ട, ഉണ്ണിക്കുട്ടി ഇപ്പം കണ്ടാലും ഉണ്ണിക്കുട്ടി ചോദിക്കും എന്താ പറയുക, അതൊക്കെ നല്ലൊരിതാണ്. അതൊക്കെ നമുക്ക് എപ്പോഴും എവിടെ കണ്ടാലും എന്ത് കണ്ടാലും എന്താ വർത്താനം കാക്കി എന്താണെന്ന് അതൊക്കെ ഒരു നമ്മൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഒരു സൗഹൃദ ചായ എന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചായ എനിക്ക് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുമ്പോഴാണ് ഇതിന് ചായയും വെള്ളമൊന്നും വേണ്ട, ഇതന്നെ ഒത്തു കൂടുതൽ തന്നെ നമ്മൾക്ക് വയറ് നിറയും. പരസ്പരം എല്ലാവരും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ച് സമാധാനിപ്പിച്ച് നമ്മളെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ തന്നെ വയറ് നിറയും. ഈ വേദിയിൽ സൗഹൃദ വിരുന്നിൽ പങ്കെടുത്ത ആളുകൾ എല്ലാം നമ്മളെ ഈ ഒരൊറ്റ ഗ്രാമത്തിലെ ഈ ഒരു ഏരിയയിലുള്ള ആളുകളാണ്. ഇപ്പം എൻ്റെ മുന്നേ ഇവിടെ സംസാരിച്ച പലരും പല കാലഘട്ടങ്ങളിലും ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയണ്ടായി. നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ആരാണ്, ഞാൻ എന്താണ് എന്ന് ആഴത്തിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അത് നിമിഷങ്ങളെ അതിന് നിലനിൽപ്പുള്ളൂ. നമ്മളെ കവികളൊക്കെ പറഞ്ഞാൽ നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാനെത്ര ദുഃഖിക്കുന്നു മനുഷ്യർന്ന്. വളരെ നിസ്സാരമായ സമയത്തെ ജീവിതമുള്ളൂ. പക്ഷെ അത് നമുക്കിവിടെ കൂട്ടി കൊണ്ടുപോകാനായിട്ട് വളരെ പ്രയാസപ്പെടുക. അങ്ങനത്തെ പ്രയാസത്തില് നമ്മളുടെ ഈ സ്നേഹവും സൗഹൃദവും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇന്നിപ്പം ഒരു 35-40 വയസ്സായാലും എല്ലാവർക്കും ഷുഗർ, BP, കൊളസ്ട്രോള് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അതിലൊക്കെ നമ്മളുടെ മാനസിക ഉല്ലാസം അല്ലെങ്കിൽ സൗഹൃദം, സ്നേഹം ഇതിനൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മളുടെ കാളിയാർ പറഞ്ഞ പോലെ ഒരാളെ നേരെ മുന്നിൽ കാണുമ്പോൾ അയാളോടൊന്ന് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാൻ പറ്റില്ല, ഒന്നുമില്ലെങ്കിൽ ഒന്ന് നോക്കി തല ആട്ടാനെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ ആ ജന്മം എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് നമ്മളുടെ അനിയനാണെങ്കിലും ഏട്ടനാണെങ്കിലും അയൽക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി. അപ്പൊ നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അതിന് കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം നമ്മുടെ സലാമുദ്ദീനോട് പറഞ്ഞു, സലാമുദ്ദീൻ അവർക്ക് ഓർമ്മ ഉണ്ടോ, എൻ്റെ വായിച്ച് പള്ളിയടത്തുനിന്ന് അരീക്കോട് വരെ നടന്നുപോയി തോണിയിൽ കുറച്ച് സാധനം വന്നിട്ട് പള്ളിയടത്തിന് വേണ്ടി അല്ലെങ്കിൽ അരികോട്ട് തന്നെ തലയിൽ വെച്ച് കൊണ്ടുവന്നിട്ട് തന്നെ ഞങ്ങൾക്കൊക്കെ തന്നില്ലേ മൽക്കലീനാരും കാര്യങ്ങളും. അപ്പൊ ആ പാവത്തിന്റെ കാലില് ഈ ഇതിന്റെ ഞരമ്പിൽ കൂടി നിൽക്കുന്ന എനിക്കിപ്പോൾ ഇന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവമാണ്. ആ ഞരമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും കാലിന്റെ ബസ്സിൽ നിന്ന് ആ നടത്തത്തില്. അപ്പൊ ചെറുപ്പകാലങ്ങൾ ഇന്നിപ്പം അങ്ങനെ ഒരു ആളെ നമ്മളുടെ ഭൂമിയിൽ എവിടെയും കാണാൻ കഴിയും. അത്ര ഊർജ്ജസ്വലമായിട്ട് പിന്നെ അധ്വാനിച്ച് ആ ഒരു ഇതില് എന്നാലും ഒരുപാട് ചെറുപ്പകാലങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ സ്നേഹമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ സ്നേഹം നമുക്ക് നിലനിർത്തണം. അപ്പൊ അങ്ങനെ ഇത്തരം ചടങ്ങുകൾ ഇനിയും കഴിഞ്ഞ വർഷവും ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സംഘാടകര്. ഇനിയും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയട്ടെ. മാത്രമല്ല ഈ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു വേദി, ഈ ഒരു സന്ദർഭം എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പൊ മാഷ് പറഞ്ഞ അധ്യാപകരിലും ഓണം, പിന്നെ നബി ദിനം, ഇതൊക്കെ വലിയ അനുഭവമായിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കൂടി വന്നിരിക്കുകയാണ്.
ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ ഇത്തരം സൗഹൃദ സംഗമം നടത്തുന്ന ഈ സംഘടനയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. മാത്രമല്ല എൻ്റെ തലപ്പത്തുള്ള അബുസ്താദ് എൻ്റെ സുഹൃത്തു കൂടിയാണ്. അയാളെ വളരെയധികം പ്രശംസിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ പറയാണ്, ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നെടുന്തൂണാണ് അബുസ്താദ്. അബുസ്താദ് ഓരോ നിമിഷം ഇരിക്കുമ്പോഴും ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വേറെ പല കൂടിയുണ്ട്, ഇവിടെ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. സൗഹൃദ ചായ ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഉദാഹരണമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സൗഹാർദ്ദം, കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് മുസ്ലിങ്ങൾ പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറയുക, അതുപോലെ തന്നെ ഇതര മതസ്ഥരാണെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അങ്ങോട്ട് പറയുക, അത് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, രോഗം ആർക്കും ഏത് സമുദായത്തിനും ഉണ്ടാവാം. ആ സമയത്ത് ആ രോഗികളെ പോയി കാണുക, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നാം ചെയ്തു വരാനുള്ള കാര്യങ്ങളാണ്. അതും സൗഹാർദ്ദത്തിനെ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊന്ന്, ഏത് സമുദായത്തിനും ക്ഷണിക്കേണ്ട ഘട്ടം വരും. കല്യാണമാവട്ടെ, വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആവട്ടെ, അത് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. അതിന്റെ ഒരു ഉദാഹരണങ്ങൾ നാം സാധാരണ കണ്ടുവരാറുണ്ട്. ഇതര മദ്രസ നടത്തുന്ന കല്യാണ പരിപാടികൾക്ക് മുസ്ലിങ്ങൾ പോയി സഹകരിക്കുകയും, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പരിപാടികൾക്ക് ഇതര മദ്രസ ഇങ്ങോട്ട് സഹകരിക്കുകയും, അത് ഏറ്റവും വലിയ സൗഹാർദ്ദമാണ്. അതേ പ്രകാരം മരണം, അത് എല്ലാവർക്കും എപ്പോഴും സംഭവിക്കാം. ഇപ്പോൾ ഒരു മുസ്ലിം മരിച്ചാൽ നമ്മൾ മുസ്ലിങ്ങൾ പോയിട്ട് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കാറുണ്ട്. ഏറ്റവും വലിയ സൗഹൃദം അത് തന്നെയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ പോരായ്മ അന്വേഷിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നാം സാധാരണ ചെയ്തു വരുന്ന ഒരു സൗഹാർദ്ദ പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്, യൂത്തുപള്ളിപ്പുറായി യൂണിറ്റ് നമ്മളെ ഈ ഇവിടുത്തെ ആൾക്കാർ പരസ്പരം എല്ലാവിധ സൗഹാർദ്ദത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സൗഹൃദ ചായ എന്ന പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മേലിലും ഇത്തരം പരിപാടികൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചെറിയൊരു ആയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുന്നു. ഇന്നമൽ അഹമാലും ബിനിയാണ്, പ്രവർത്തികൾ തിരിച്ചറിയുന്നത് ഉദ്ദേശം കൊണ്ടാണ് എന്നാണ് അതിൻ്റെ സാധനം. അതായത് നല്ലൊരു പ്രവൃത്തി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത പ്രവൃത്തി ഈ കാലാകാലങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിറഞ്ഞ നാട്ടുകാരെ, SSF ഊത്തുപള്ളിപ്പുറ യൂണിറ്റ് സംഘടിപ്പിച്ച ഈ സൗഹൃദ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് സമയം വളരെ കുറവായിരുന്നു. ഏതായിരുന്നാലും ഇത്തരം പരിപാടികളൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. നമ്മളെ പോലത്തുള്ള ഈ ചെറിയ ഗ്രാമത്തിലെ സൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഇപ്പോൾ 2 ആഘോഷങ്ങളൊന്നും, നബിദിനം അതുപോലെ തന്നെ ഓണം ഒക്കെ ആഘോഷിക്കുന്ന ഒരു ഘട്ടം ആണത്. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം പരിപാടികൾ അത്യന്താപേക്ഷിതമാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വളരെ മാറ്റങ്ങൾ ഒത്തുകളിയുറയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അത്ര അറിയണമല്ലോ. പഴയതും പുതിയതും അറിയാണ്. ഞാനിപ്പോൾ പഴയത് ഞാനെല്ലാം എതിർത്ത് നൽകിയത് പല കച്ചവടം ഉള്ളത് അറിയാലോ. ഇപ്പം എൻ്റെ മനസ്സിനെ മാറി, എല്ലാവരും മാറി ആ കൂട്ടത്തിൽ നിന്നുള്ളടത്ത് അയാൾ. ഏതായാലും എനിക്ക് പറയാനുള്ള എന്താ പറയുക, ഞാൻ ഇന്നൊന്നും വലിയ വിളിക്കാൻ തന്നെ പാടില്ല. ഈ ഓരോ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് എന്നൊക്കെ വിളിച്ച് അത്രക്കും പിന്നെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു പിന്നെ ഇത് വന്ന് അന്നൊക്കെ ഓര് പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഓര് പിടിച്ച് നിന്ന് ഓല പിന്നെ
ഊർജം കൊണ്ട് പിടിച്ചു നിന്ന് ഇപ്പം എല്ലാ മതസംഘടനകളിലും മേലെ പോലെ എത്തിയോന്നൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ സംശയിക്കാരം ഏതായാലും ഇപ്പോൾ ഓരോ പ്രവൃത്തി എല്ലാവരും അംഗീകരിച്ച് റഹ്മത്തിനെ പോണത്തെ ഒരു പ്രവർത്തകരെ ഏത് സംഘടനക്ക് കിട്ടിയാലും ആ സംഘടന ക്ഷീണിക്കൂല. കാരണം ഓൻ അത്ര ആത്മാർത്ഥത ഓൻ്റെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടും ഓൻ സംഘടനക്ക് നാട്ടിനും വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ അധികാരമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാ സംഘടനകളും പുരോഗതിക്ക് വരണം എന്നുള്ളതാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും. കോന നേരമില്ല മരുവാൻ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മളായിരിക്കും മഹിഷറയിൽ ഓരോ ഹിസാബ് ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊക്കെ ഈ ഹിസാബിന്റെ ദിവസങ്ങളിൽ നമ്മൾ മഹിഷറയിൽ ഉണ്ടാവും. അപ്പോ ഇന്ന് നമുക്ക് എല്ലാവർക്കും പരസ്പരം, ഞാൻ പറയുന്നു എന്നുള്ളത് നോക്കാതെ പരസ്പരം ഇന്ന് ഈ അവസരത്തിൽ നമ്മൾ പരസ്പരം പുറത്തു കൊടുക്കുകയാണെങ്കിൽ, സാമ്പത്തികമല്ലാത്ത ഏതൊരിടപാടും നമ്മൾ ഇപ്പോ പരസ്പരം ഇക്കണ്ട മനുഷ്യര് പുറത്തു കൊടുക്കുകയാണെങ്കിൽ യൗമുൽ ഹിസാബിന്റെ അന്ന് നമുക്ക് ഈ ശിക്ഷ നമുക്ക് ഉണ്ടാവില്ല. അതായത് നമ്മൾ പരസ്പരം പുറത്തു കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ എല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘാടകരോട്, അതേപോലെ തന്നെ അവർക്കും പരലോകത്ത് ഏറ്റവും ഹയറായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരിക്കലും മുതൽ മുടക്കില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൊരുത്ത് തിന്നു എന്നതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മൾ പരസ്പരം പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പരിപാടി നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സൗഹൃദമായ നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, അതേപോലെ യുവാക്കൾ, ഇവരൊക്കെ ഒന്നും കൂടി കൂടിച്ചേരാനുള്ള ഒരു അവസരമാണിത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിച്ച സംഘാടകർ ആദ്യമായി ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നാട്ടുകാരി തിരുവസന്തം 1500 പ്രവാചക തിരുമേനിയുടെ 1500 വർഷത്തിന്റെ ഓർമ്മയാപ്പുകൾക്കിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു വർഷം ഈ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. സൗഹൃദ ഛായ എന്ന പ്രോഗ്രാം കഴിഞ്ഞ വർഷവും നമ്മൾ സംഘടിപ്പിച്ചു. 2ാമത്തെ വർഷമാണ് സൗഹൃദ ഛായ നടക്കുന്നത്. ഇന്നൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മറ്റൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി കൂടെയാണ്. സ്നേഹത്തിന്റെയും മലബാറിലെ മുസ്ലിം അറബികളുടെ കടന്നുവരവിന് ശേഷം സ്നേഹത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ഇണങ്ങി ചേർന്ന് മുന്നോട്ട് പോയതിന്റെ ഒരു അർത്ഥമാണ് ഇന്ന് പുതിയ കാലത്ത് നമ്മൾ കാണുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചു പട്ടിണിയെ കുറിച്ചൊക്കെ. പുതിയ കാലത്ത് പുതിയ കുട്ടികളോട്, ഇപ്പൊ എന്നെ പോലത്തെ ആളുകളോട് അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോടാണെങ്കിൽ പോലും പട്ടിണി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. ഞങ്ങളൊക്കെ പട്ടിണി പുതിയ കുട്ടികൾക്ക് പരിചയപ്പെടുത്തില്ലെങ്കിൽ ഞാനൊക്കെ പട്ടിണി എന്ന് പറയില്ലേ. ഒരു പക്ഷേ എന്റെ കയ്യിലുള്ള ഫോണ്, സ്മാർട്ട് ഫോണ് ആപ്പിളിന്റെ ഐഫോൺ ആവുമ്പോ മറ്റൊരാളുടെ കയ്യിലുള്ളത് ആൻഡ്രോയിഡിന്റെ കീപാഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ പട്ടിണിയെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പട്ടിണി എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇങ്ങനെയാണ്. മുമ്പൊക്കെ ഉപ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്യൂറമ്പ് കഴിഞ്ഞ് ഇവിടുന്ന് പാലം കഴിഞ്ഞ് അരീക്കോട് പോയി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കച്ചറ ഉണ്ടാക്കിയിട്ട് അതിനുള്ള പൈസ വാങ്ങി പോകുന്നതിന്റെ ഒക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനി സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ തന്നെ കുട്ടികളും കൂടെ ഇരുത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒരുപക്ഷെ അവിടെ ആയിരിക്കും ഒരുപക്ഷെ പുതിയ കാലത്തും പഴയ കാലവും തമ്മിൽ പറയാനുള്ള പരസ്പരം ഏറ്റുപറച്ചിലുകൾ ഏറ്റവും നന്നായിട്ട് അത് ഗുണപ്രദമാവുക എന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ചുറ്റും കാണികളെ പോലെ ആയിരുന്നു കുട്ടികൾ കേട്ടിരുന്നത്. നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ അത് പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ സംഘാടകർ തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാമിന് ഈ വർഷത്തെ തിരുനബി വസന്തത്തിന് ലുസ്ദെ മദീന എന്ന് ഉസ്താദ് പേരിടൽ മുതൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം വരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ലിവാഹുദയുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ SYSന്റെയും SSFന്റെയും പ്രവർത്തകര്, അവരെ മുക്തകണ്ഠം പ്രത്യേകം ആശംസകൾ, നന്ദിയും സന്തോഷവും ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. ഈ കണ്ണു നനഞ്ഞി കുതിർന്നു ഞാൻ പാടവേ
ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ അല്ലാ അല്ലാ യാ അല്ലാ. ചെന്നാലും ഓന്റെ ചാടി പോലെ ആരുണ്ടാവുള്ളൂ. വീണ്ടും ചിലപ്പോൾ നന്ദി ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാട്ടോ. ആരുടെ നന്ദി ഓന് വേണ്ട, ഓൻ എന്നാ ചെയ്യും. ഒരു പ്രാർത്ഥന ഓന് വേണ്ട, ഓൻ ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ രാവിലെ മുതൽക്ക് ഇതിന് വേണ്ടി ഒരുങ്ങി നടക്കണം. ഏതായാലും പഠിച്ചോനെ അവന് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. നമ്മളെ പ്രോഗ്രാം ഇന്നത്തെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. നമുക്ക് ഈ ഒരു ചായ ഇവിടെ സൗകര്യപ്പെടുത്തി തന്നത് വെൽക്കം ഡ്രിങ്കാണ്, റഹ്മത്ത് ഇടപ്പറ്റ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.